അഭിമന്യ ഗുരുജനങ്ങളെ, കുറേ നാളുകൾക്ക് ശേഷം ഗുരുദേവൻ്റെ ബാല്യകാലം എന്ന 8ാമത്തെ എപ്പിസോഡ് ഞങ്ങൾ സമാരംഭിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് ഗുരുദേവൻ്റെ നാമോദയത്തിൽ അറിയിച്ചുകൊള്ളും. ഒരു പ്രാകൃതനായ വൃത്തിയ സന്യാസി തോളിലൊരു ഭാണ്ഡവുമേന്തി എന്തൊക്കെ പുലപിക്കൊണ്ട് അതാ കടന്നു വരുന്നു. നാണുക്കുട്ടൻ ഇത് കണ്ടു. കൂടുള്ളവർ കല്ല് വലിച്ചെറിയുന്നു. ഭ്രാന്തൻ 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 പോകുന്നു കണ്ടില്ലേ? അയ്യോ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, കഷ്ടമാണ്. ആര് കേൾക്കും? അവർക്കൊരു രസം. കല്ല് വലിച്ച് ഞാൻ എറിഞ്ഞു. ആ ഏറ് നാണുക്കുട്ടൻ്റെ ഹൃദയത്തിൽ തറച്ചു. പ്രസവിച്ചപ്പോൾ പൊക്കപ്പൊടി വിച്ഛേദം ചെയ്തപ്പോൾ നാണുക്കുട്ടൻ കരഞ്ഞില്ല. പക്ഷെ അവിടുത്തെ സന്യാസിയെ കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തോട് ചോരി ഒഴുകുന്നത് കണ്ട് നാണുക്കുട്ടൻ കരഞ്ഞുപോയി. നാണുക്കുട്ടന്റെ കരച്ചിൽ കണ്ട് കൂട്ടുകാരെല്ലാം ദൂരെ ചോടി വിളിച്ചു. ആ വൃദ്ധ സന്യാസി നാണുക്കുട്ടന്റെ അരികിൽ വന്നു. കുമാര, നീ ഏതാണ്? എവിടുന്ന് വരികയാണ്? എന്നെയല്ലേ കല്ല് വലിച്ചെറിഞ്ഞത്? അതിന് നീ എന്തിനാ കരഞ്ഞത്? വൃദ്ധന്മാരെയും ദേവന്മാരെയും ഒക്കെ സന്യാസിമാരെയും ഉപദ്രവിക്കുന്നത് തെറ്റല്ലേ സ്വാമി? നീ മിടുക്കനാണല്ലോ. അത് നിന്റെ വീട് എവിടാ? നാണുക്കുട്ടനെ തോളിലേറ്റി നാണുക്കുട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു. നാണുവിനൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി പുരാണ കഥകളും നാരായണീയം, ഗീത, ഭാഗവതം എന്നുവേണ്ട എല്ലാ പുരാണങ്ങളും പാരായണം ചെയ്യും. ഈ നാണുക്കുട്ടൻ എന്ന് പറഞ്ഞ കുഞ്ഞ് അവിടെ പോയി ഇരിക്കും. കുമാരൻ വലിയ ഇഷ്ടമാണ് ഇത് കേൾക്കുന്നത്. മുത്തശ്ശി മുത്തശ്ശി, എനിക്ക് എൻ്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ മുത്തശ്ശി? പറയൂ മുത്തശ്ശി. പറയാമല്ലോ. മുത്തശ്ശി നാണുക്കുട്ടന് പാരായണങ്ങൾ മാത്രമല്ല, പുരാണ ഇതിഹാസങ്ങളുടെ അർത്ഥവും പൊരുളും കഥയും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പഠിച്ച് ഒരു സ്ഥാനത്തെത്തിയപ്പോൾ ഒരു ദിവസം മുത്തശ്ശി സുഖമില്ലാതായി. എൻ്റെ മുത്തശ്ശിക്ക് എന്ത് പറ്റി? എൻ്റെ മുത്തശ്ശിക്ക് എന്ത് പറ്റി? എന്താ ഒന്നും പറയാത്ത? സംസാരശേഷി നഷ്ടപ്പെട്ടു. ശരീരം തളർന്നു. പെട്ടെന്ന് ആ മുത്തശ്ശി മരിച്ചു. എല്ലാവരും പൊട്ടിക്കരയുന്നു. നാണുക്കുട്ടനും കരഞ്ഞു. എന്റെ മുത്തശ്ശി എന്താ ഉണരാത്തത്? എന്റെ മുത്തശ്ശി എന്താ ഉണരാത്തത്? മുത്തശ്ശി മുത്തശ്ശി എഴുതേക്കൂ, എനിക്ക് കഥ പറഞ്ഞു തരൂ മുത്തശ്ശി. അമ്മാവനും അച്ഛനും എല്ലാവരും ചെന്ന് മോനെ പിടിച്ചു. മോനെ, നമ്മുടെ മുത്തശ്ശി പോയി. എവിടെ പോയി? മുത്തശ്ശി ഇനി വരില്ല മോനെ. എന്റെ മുത്തശ്ശി ഇനി വരില്ലേ? എന്റെ മുത്തശ്ശി ഇനി കഥ പറഞ്ഞു തരില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞേങ്ങി കരഞ്ഞു. എന്റെ മുത്തശ്ശി വരില്ലേ? എന്റെ മുത്തശ്ശി ഇനി കഥ പറഞ്ഞു തരില്ലേ? പിറ്റേ ദിവസം ശവടക്കെല്ലാം കഴിഞ്ഞു. എല്ലാവരും കുളിക്കുന്നു, നനയ്ക്കുന്നു. അവരവരുടെ ജോലികളിലൂടെ ആവൃതരായി. പക്ഷേ ഈ കുമാരന് മാത്രം കണ്ണു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അയ്യോ, മുത്തശ്ശി മരിച്ച്. എല്ലാവരും അത് മറന്നുപോയോ? കുഞ്ഞവിടെ നിന്ന് ഇറങ്ങി, ആ വീട് വിട്ടിറങ്ങി. അമ്മണക്കാട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള ആ ഉൾക്കാട്ടിലേക്ക് നടന്നുപോയി.